ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജാം നിങ്ങൾ നോക്കിയതിൻ്റെ കളർ കണ്ടോ കേട്ടോ. ഇതിൻ്റെ കളറ് ഒരു കളറും ചേർത്തല്ല, ഇതിൻ്റെ ഒറിജിനൽ കളറാണിത്. അപ്പോൾ ഈ ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, എന്താണ് ഇതിൻ്റെ പൾപ്പ് എങ്ങനെയാണ് വേർപെടുത്തി എടുക്കുന്നതെന്ന് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ ഞാൻ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ധാരാളം പേരുടെ വീട്ടിൽ ഉള്ള ഒരു ഫ്രൂട്ടാണിത്. എന്താണ് പറയുക, ഇതിന് കടലപ്പഴം അല്ലെങ്കിൽ എന്തെന്നാ പറയുക, പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ മെഡിസിനൽ ഗുണമുള്ളതാണ്. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ BP കുറയ്ക്കാനും ഒക്കെ ഇതിൻ്റെ പഴവും അതുപോലെ ഇതിൻ്റെ കുരുവുമൊക്കെ തിന്നുന്ന നല്ലതാണെന്ന് ഡോക്ടർമാരുടെ അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഈ ജാം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ജാം നമുക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറും കൂടെ കൊണ്ട്, കളറ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് ബ്രെഡിൽ ഒന്ന് പുരട്ടി നോക്കാം. ബ്രെഡിൽ മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ഇത് എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമാവും. ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്ക് കടലിൽ നിന്ന് വെറുതെ വാങ്ങാതെ നമ്മളിങ്ങനെ ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള ജാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലുള്ളവരൊക്കെ, ഇല്ലാത്തവരൊരു ഇതൊരെണ്ണം വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കത് കണ്ട ഇത് ബ്രെഡിൽ തേച്ചിട്ട് കണ്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ള മരമാണിത്. ഒരു മരമേ ഉള്ളൂ, പക്ഷേ ഇത് എപ്പോഴും കായ്ക്കും. ഇത് സീസണിലല്ല, എപ്പോഴും ഇതിൽ കായ ഉണ്ടാവും. ധാരാളം കിളികളൊക്കെ വരും. നല്ല രസമാണ്. കിളികളൊക്കെ ഇത് ഒത്തിരി തിന്നാറുണ്ട്. അവർക്കും കൊടുക്കണം, ബാക്കി നമുക്കും കുറച്ചെടുക്കാമല്ലോ. അപ്പം ഞാനിവിടെ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറേ അധികം ഉണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇത് 2-3 ദിവസം കൊണ്ട് പഴുത്ത് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വീതം പഴുക്കം നമ്മൾ പഴുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതാണ് നല്ലത്. ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഫുള്ളും പഴുത്ത് കിട്ടും. അതാ 3 ദിവസം അപ്പോൾ എല്ലാം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളറ്. നല്ല ഉണ്ടോ, അതിൻ്റെ പൾപ്പ് നല്ല ഭയങ്കര സോഫ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മളിനി ഈ പൾപ്പ് വേർപെടുത്തി എടുക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇതുപോലെ നമ്മൾ കൈ കൊണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വേറെ തവിയിട്ടും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ അരിപ്പയിൽ വെച്ച് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ പൾപ്പ് നല്ല തിക്കാണ്, അതുകൊണ്ട് താഴോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഈ പൾപ്പെല്ലാം വേർതിരിച്ചെടുക്കുക. ഈ കായ നിങ്ങൾ കളയരുത്. ഇത് നമുക്ക് വറുത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഉണക്കി ഒരു മുറത്തിൽ വെച്ചിട്ട് ഉണക്കിയിട്ട് നമുക്കത് വറക്കാം. വറുക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പൾപ്പും വേർപെടുത്തി എടുക്കാൻ പോവാണ്. വളരെ ഈസി ആയിട്ട് ഇത് വരും കേട്ടോ. ഒട്ടും നമുക്ക് പ്രയാസമില്ല ഇതെടുക്കാനായിട്ട്. ഇതല്ലാതെ ഇതിൽ നിന്നോട്ട് മിക്സിയിൽ നിന്നോട്ട് അടിക്കരുത്. അടിച്ചാൽ അതിൻ്റെ കുരു എല്ലാം കൂടെ ചേരും. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതങ്ങനെ നമ്മുടെ പൾപ്പെല്ലാം നമ്മൾ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇപ്പോൾ തന്നെ നല്ല ജാം പോലെയാണ് ഇതിരിക്കുന്നത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. കണ്ടതാ, ഇത്രയും എടുത്തപ്പോൾ നമ്മൾ എത്ര പറയുക, ഒരു 1 കിലോ ഉണ്ടാവും ആ കുരുവോട് സഹിതം. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും പൾപ്പുണ്ട്. നമുക്കിത് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. ഇവിടെ നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ ഞാനെന്തൊന്ന് അളന്ന് നിങ്ങളെ കാണിക്കാം. ഇതാണ് കായ നമുക്ക് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വിത്താണിത്. ഈ വിത്ത് വേഗം മുളയ്ക്കുകയും ചെയ്യും കേട്ടോ. തൈ ഉണ്ടാകാൻ ഒരു പ്രയാസമില്ല. ഇവിടുന്ന് ധാരാളം തൈകൾ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളക്കുകയാണ്. ഈ കപ്പിനെ നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ഒരു 4 കപ്പിൽ കൂടുതൽ ഉണ്ടിത്. അപ്പോൾ നമുക്കിതിൽ പഞ്ചസാര ചേർക്കണമല്ലോ ജാമാക്കണമെങ്കിൽ. അപ്പോൾ അളന്നെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 4 പാത്രമുണ്ട്. ഇതിനകത്ത് നമുക്ക് പഞ്ചസാര നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. കൂടുതൽ വേണമെന്നുള്ളത് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം, ഏത് പാത്രവും ആകാം, ഞാൻ ഒരു സ്റ്റീലിൻ്റെ കട്ടിയുള്ള പാത്രമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് നോൺ സ്റ്റിക്കിനേക്കാൾ എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല എന്നുണ്ടത് കുറച്ച് തീ കൂടി ആയതുകൊണ്ട് അത് തിളച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മളത് സൂക്ഷിക്കണം. തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിലേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് നമുക്ക് കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തീ വളരെ കുറച്ചിടുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം.
ജാം നമ്മളൊക്കെ ചെയ്യാറുള്ളൂ അല്ലേ ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പറഞ്ഞല്ലോ 4 കപ്പ് പൾപ്പിന് 2 കപ്പ് പഞ്ചസാര. ഈ കപ്പിന് 2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം വേണമല്ലോ ജാം ഒന്ന്. പക്ഷേ സാധാരണ പോലെ നൂൽപ്പരുവൊന്നും ആവണ്ട ഇതിന്. ഈ ജാം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 2 മാസമൊക്കെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. അതിന് മുമ്പ് തന്നെ കുട്ടികൾ ഇത് കഴിച്ച് തീർക്കും. അത്ര നാളൊന്നും ഇരിക്കില്ല ഇത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായി വരട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം കേട്ടോ. ഗ്രാമ്പു വെറുതെ പൊട്ടിക്കൊന്നും വേണ്ട, വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ഇറങ്ങിക്കോളും. അപ്പം ഞാനിപ്പോൾ ഈ തവിയിട്ട് തന്നെയാണ് ഇളക്കുന്നത്. അപ്പോൾ ഗ്രാമ്പു നമുക്ക് ഇട്ട് കൊടുക്കാം. 4-5 ഇട്ട് കൊടുക്കാം. അവനവൻ്റെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതിനകത്ത് നമ്മൾ വേറെ ഇതിന് പുളി ഒട്ടും ഇല്ലാത്ത ഫ്രൂട്ടാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പുളി അല്പം പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അത് പ്രിസർവേറ്റീവായിട്ടും നല്ലതാണ്. അല്ലാതെ തന്നെ ഒരു ചെറിയൊരു പുളിയും കൂടെ ഉണ്ടാവും. അപ്പോഴാണല്ലോ ജാമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അത് ചേർത്തിട്ടില്ലായിരുന്നു. അത് ചേർക്കുന്നതാണ് നല്ലത്, ഒന്നുകൂടെ ടേസ്റ്റ് അതാണ്. അപ്പോൾ ഏകദേശം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് ജാം മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കാം, ഷെയ്ക്ക് ഉണ്ടാക്കാം. ആ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 നാരങ്ങ ആണ് ഞാനിതിനകത്ത് 2-3 കൊടുക്കാറുണ്ട്. കുറച്ച് വലിയ നാരങ്ങയാണ് ഇവിടെ ഞങ്ങളുടെ ഞാരയത്തിൽ നിന്ന് തന്നെ പറിച്ചതാണിത്. അപ്പോൾ ആ 2 നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റി വന്നാൽ മതി. ഒത്തിരി അങ്ങോട്ട് നൂൽപ്പരുവൊന്നും ആവണ്ട. ഈ ജാം ആയിട്ട് ഒന്ന് നമുക്കറിയാമല്ലോ, ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ എന്തെങ്ങനെ വിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ജാം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കി വയ്ക്കുക. എപ്പോഴും നമ്മൾ ജാം ഗ്ലാസ് കണ്ടെയ്നറിൽ വയ്ക്കുന്നതാണല്ലോ നല്ല. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ FB പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.